സോ ഹൗ ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസീസ് ഓഫ് ഗ്യാസ് ടർബൈൻസ് എന്ന ടോപ്പിക്കിനകത്ത് നമ്മൾ പഠിക്കുന്ന തേർഡ് മെത്തേഡാണ് ഗ്യാസ് ടർബൈൻ വിത്ത് റീഹീറ്റർ. സോ നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ച ഗ്യാസ് ടർബൈൻ വിത്ത് ഇൻ്റർ കൂളിംഗ്, അതിനകത്ത് നമ്മൾ കംപ്രഷൻ നടക്കുന്നത് 2 സ്റ്റേജിലായിട്ടാണെങ്കിൽ ഗ്യാസ് ടർബൈൻ വിത്ത് റീഹീറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ അല്ലെങ്കിൽ എന്ന മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ 2 സ്റ്റേജിലായിട്ട് എക്സ്പാൻഷൻ നടക്കുകയാണ് ഇവിടെ ചെയ്യുക. അല്ലെങ്കിൽ ആ കംപ്രസ്ഡ് ഗ്യാസിനെ ഹീറ്റ് ചെയ്ത ഗ്യാസിനെ 2 സ്റ്റേജിലായിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യിപ്പിക്കുന്നു. അതായത് 2 ടർബൈൻസ് ഇവിടെ വരുന്നു, 2 or 3 വരാം. നമ്മളിപ്പം 2 സ്റ്റേജ് എക്സ്പാൻഷനാണ് പറയുന്നത്. സോ ഇതാണ് ഫിഗർ. ആസ് യൂഷ്വൽ ഒരു കംപ്രസറുണ്ട്. അറ്റ്മോസ്ഫിയറിക് എയറിനെ ഈ കംപ്രസർ കംപ്രസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പ്രഷറിലേക്ക് എത്തിക്കുന്നു. അതിനെ നേരെ കമ്പഷൻ ചേമ്പറിനകത്തൂടെ പാസ് ചെയ്ത് അവിടെ ഫ്യൂവൽ ബേൺ ചെയ്ത് ഇതിൻ്റെ ഹീറ്റ് ഹീറ്റ് ഇൻക്രീസ് ചെയ്ത് സ്റ്റേജ് 3-ലെത്തി. സ്റ്റേജ് 3-ലെത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എയർ എന്ന് പറയുന്നത് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള എയർ ആയിരിക്കും, അറ്റ്മോസ്ഫിയറിക് എയർ ആയിരിക്കും. ആ അറ്റ്മോസ്ഫിയറിക് എയർ ഫസ്റ്റ് ടർബൈനിലേക്ക് കയറുന്നു. ഫസ്റ്റ് ടർബൈനകത്ത് കയറി അത് എക്സ്പാൻഡ് ചെയ്യുന്നു ബൈ ഡൂയിങ് വർക്ക് ഓൺ ദി ടർബൈൻ ബ്ലേഡ്സ്. ദെൻ ഇറ്റ് ഈസ് പാസ്ഡ് ഇൻ ടു ദി റീഹീറ്റർ. അതിനെ നേരെ നമ്മൾ റീഹീറ്ററിലേക്ക് പാസ് ചെയ്യുന്നു. ആ റീഹീറ്ററിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ വരുന്ന എയറിനെ, എക്സ്പാൻഡ് ചെയ്യപ്പെട്ട എയറിനെ വീണ്ടും ഇതിനകത്ത് ഹീറ്റ് ചെയ്യുന്നു ടു ദി സ്റ്റേറ്റ് 5. ഈ ഹീറ്റ് ചെയ്ത എയർ നേരെ ടർബൈൻ 2-ലേക്ക് കയറുന്നു. ഈ ടർബൈൻ 2-ൽ വീണ്ടും ഇത് എക്സ്പാൻഡായി സ്റ്റേറ്റ് 6-ലേക്ക് പോകുന്നു. സോ ഇവിടെ റീഹീറ്റർ വെച്ച് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഈ ടർബൈൻ്റെ ഇൻലെറ്റിൽ എത്രയായിരുന്നോ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത് അത്രയും ടെമ്പറേച്ചർ തന്നെ രണ്ടാമത്തെ ടർബൈൻ്റെ ഇൻലെറ്റിൽ വരുമ്പോഴും ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ റീഹീറ്റർ ഇവിടെ വെക്കുന്നത്. ഈ ടർബൈനിലേക്ക് കയറുമ്പോൾ ഇവിടെ എത്ര ടെമ്പറേച്ചർ ആയിരുന്നോ ഉണ്ടായിരുന്നത് അതേ ടെമ്പറേച്ചർ തന്നെ ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ടർബൈനിലേക്ക് കയറുമ്പോഴും ഇവിടെ ഉണ്ടാകണം എന്നുള്ള രീതിയിലാണ്. അതായത് ഇവിടെ റീഹീറ്റ് ചെയ്യുമ്പോൾ യാതൊരു എഫക്റ്റും ഇല്ലാണ്ട് തന്നെ ഇതിലേക്ക് ഈ ടർബൈനിലേക്ക് എത്ര ടെമ്പറേച്ചറിലാണോ കയറുന്നത് അതേ ടെമ്പറേച്ചറിൽ തന്നെ ഇവിടെയും കയറുക എന്നുള്ള ഇതാണ് നമ്മൾ റീഹീറ്റർ വെച്ച് ചെയ്യുന്നത്. സോ ഇതിൻ്റെ TS ഡയഗ്രാം ആൻഡ് PV ഡയഗ്രാം ഉണ്ട്. TS ഡയഗ്രാം, സോ സ്റ്റേറ്റ് 1 to 2 എന്ന് പറയുന്നത് കംപ്രഷൻ പ്രോസസ്സാണ്, ഐസെൻട്രോപ്പിക് കംപ്രഷനാണ്. സോ അതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ലൈൻ 1 to 2'. ഇനി ഇവിടെ ആക്ച്വൽ കംപ്രഷൻ, ഇത് ഐഡിയൽ കേസാണ്. ആക്ച്വൽ ആണെങ്കിൽ ഐസെൻട്രോപ്പിക് കംപ്രഷൻ ആയിരിക്കില്ല, ഒരു ചെറിയ ഡീവിയേഷൻ ഉണ്ടാവും. സോ 1 to 2. നെക്സ്റ്റ് 2 to 3 എന്ന് പറയുന്ന കമ്പഷൻ പ്രോസസ്സ്. സോ ഹീറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ്, ദറ്റ് ഈസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണ് 2 to 3. 3 to 4 എന്ന് പറയുന്നത് ഫസ്റ്റ് ടർബൈനകത്ത് ഉണ്ടാകുന്ന എക്സ്പാൻഷൻ. സോ 3 to 4. ഇനി അത് ആക്ച്വൽ കേസ് ആണെങ്കിൽ 3 to 4 ഇങ്ങനെ വരും. ഐഡിയൽ കേസ് ആണെങ്കിലാണ് സ്ട്രെയിറ്റ് ലൈൻ, ആക്ച്വൽ കേസിൽ ഇങ്ങനെ വരും. നെക്സ്റ്റ് 4 to 5 എന്ന് പറയുന്നത് വീണ്ടും ഹീറ്റ് ചെയ്യുകയാണ്. വീണ്ടും ഹീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുന്നു. 5 to 6 അടുത്ത ടർബൈനകത്ത് കയറി എക്സ്പാൻഷൻ കാണിക്കുന്നു. 5 to 6 ഐഡിയൽ ആണെങ്കിൽ ഐസെൻട്രോപ്പിക് ആയിട്ടും ആക്ച്വൽ കേസ് ആണെങ്കിൽ 5 to 6 ഈ ഒരു രീതിയിൽ വരെയും കാണിക്കുക. നമുക്ക് ഓരോ പ്രോസസ്സുകളിവിടെ പറയുന്നുണ്ട്. 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സ് ഐസെൻട്രോപ്പിക് കംപ്രഷൻ പ്രോസസ്സ്, അതായത് കംപ്രസറിനകത്ത് നടക്കുന്നത്. 2 to 3 ഹീറ്റ് അഡീഷൻ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. 3 to 4 ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ ഇൻ ടർബൈൻ 1. 4 to 1 റീഹീറ്റിംഗ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. 5 to 6 ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ അറ്റ് ടർബൈൻ 2. PV ഡയഗ്രാം. PV ഡയഗ്രത്തിൽ 1 എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുള്ള എയർ കംപ്രസറിനകത്തേക്ക് കയറുന്നു. സോ കംപ്രഷൻ നടക്കുന്നു. സോ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു, വോളിയം റെഡ്യൂസ് ചെയ്യുന്നു. 2 to 3 ഐസെൻട്രോപ്പിക് ഹീറ്റ് അഡീഷൻ ഐസോബാറിക്, ദറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഹീറ്റ് അഡീഷനാണ് 2 to 3. കമ്പഷൻ ചേമ്പറിനകത്ത് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് ഹീറ്റ് അഡീഷൻ. 3 to 4 എന്ന് പറയുന്നത് ഫസ്റ്റ് ടർബൈനകത്തുണ്ടാകുന്ന എക്സ്പാൻഷൻ. 3 to 4. സോ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യും, പ്രഷർ റെഡ്യൂസ് ചെയ്യും. 4 to 5 എന്ന് പറയുന്ന റീഹീറ്ററിനകത്ത് വീണ്ടും ഹീറ്റ് ചെയ്യുകയാണ്, അത് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ്, ദറ്റ് ഈസ് ഐസോബാറിക് പ്രോസസ്സാണ്. 5 to 6 എന്ന് പറയുന്നത് അഗെയിൻ സെക്കൻഡ് ടർബൈനകത്ത് കയറി എക്സ്പാൻഡ് ചെയ്യുന്നു. സോ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു, പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ PV ഡയഗ്രാം കൊണ്ട് നമ്മൾ കാണിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വർക്ക് ഡൺ എന്നുള്ളത്, വർക്ക് ഡൺ ഓർ എഫിഷ്യൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടാണ്
വർക്ക് ഡൺ ബൈ ദ കംപ്രസർ, ഇവിടെ ഒരു കംപ്രസറേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ mCp ഇൻറ്റു T2 മൈനസ് T1. വർക്ക് ഡൺ ബൈ ദ ടർബൈൻ 1 ആൻഡ് 2, രണ്ട് ടർബൈൻ ഉള്ളതുകൊണ്ട് രണ്ട് ടർബൈനിലെയും വർക്ക് കാണിക്കുക. ടർബൈൻ 1 mCp ഇൻറ്റു T3 മൈനസ് T4. വർക്ക് ഡൺ ബൈ ദ ടർബൈൻ 2 mCp ഇൻറ്റു T5 മൈനസ് T6. ടോട്ടൽ വർക്ക് ഡൺ ബൈ ദ ടർബൈൻ ഇത് തമ്മിൽ ആഡ് ചെയ്ത് എഴുതുക. ഹീറ്റ് ആഡഡ് ഓർ ഹീറ്റ് സപ്ലൈഡ് QS ഈക്വൽ ടു കമ്പഷൻ ചേമ്പറിനകത്തുള്ള ഹീറ്റ് അഡീഷൻ പ്ലസ് റീഹീറ്ററിനകത്തുള്ള ഹീറ്റ് അഡീഷൻ രണ്ടും കാണിക്കുക. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നെറ്റ് വർക്ക് ഡൺ ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് ഓർ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. നെറ്റ് വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ ദ ടർബൈൻ മൈനസ് വർക്ക് ഡൺ ബൈ ദ കംപ്രസർ. ഇവിടെ ടർബൈൻ്റെ രണ്ടെണ്ണം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഫസ്റ്റ് ടർബൈൻ, സെക്കൻഡ് ടർബൈൻ മൈനസ് വർക്ക് ഡൺ ബൈ ദ കംപ്രസർ ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്, ദാറ്റ് ഈസ് കമ്പഷൻ ചേമ്പറിനകത്തുള്ള ഹീറ്റ് സപ്ലൈഡ് വേണം, ഓൾസോ റീഹീറ്ററിനകത്ത് ഹീറ്റ് സപ്ലൈഡ്. സോ mCp കോമൺ ആണ്, ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ എഫിഷ്യൻസി ഓഫ് ഗ്യാസ് ടർബൈൻ യൂസിങ് റീഹീറ്റർ. ഇനി ഇതിനകത്ത് നമ്മൾ ബാക്കിയുള്ളതിനകത്ത് പഠിച്ചതുപോലെ തന്നെ ഒരു കാര്യം ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഫോർ മാക്സിമം വർക്ക് ഔട്ട്പുട്ട്, മാക്സിമം വർക്ക് ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻ്റർമീഡിയറ്റ് പ്രഷർ അല്ലെങ്കിൽ മാക്സിമം വർക്ക് ഔട്ട്പുട്ടിന് വേണ്ടി ഇൻ്റർമീഡിയറ്റ് പ്രഷറിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇൻ്റർമീഡിയറ്റ് പ്രഷർ P4 ഈക്വൽ ടു P5 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് P3 ഇൻറ്റു P6. അതായത് നമുക്ക് ഇത് നോക്കാം. ഇവിടെ ആക്ച്വലി റീഹീറ്റർ ഇല്ലായിരുന്നുവെങ്കിൽ ഇത് നേരെ താഴോട്ട് വന്ന് ഇവിടെ വെച്ച് ആ ഒരു പ്രോസസ്സ് തീരുമായിരുന്നു. റീഹീറ്റർ ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ വന്ന് ഇങ്ങനൊരു എക്സ്റ്റൻഷൻ ഇവിടെ വന്നത്. സോ ഇൻ്റർമീഡിയറ്റ് പ്രഷർ എന്ന് പറയുന്നത് ഈ P4ഉം P5ഉം ആണ്. ദാറ്റ് ഈസ് P4 P5 രണ്ടും സെയിം തന്നെയാണ്. ദാറ്റ് ഈസ് P4 ഈക്വൽ ടു P5 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് P3 ഇൻറ്റു P6. ഈ രണ്ട് ഹയർ പ്രഷറിൻ്റെയും ലോവർ പ്രഷറിൻ്റെയും അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്നതാണ് ഇൻ്റർമീഡിയറ്റ് പ്രഷറിൻ്റെ ഇക്വേഷൻ. അതാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് പ്രഷറായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻ്റർമീഡിയറ്റ് പ്രഷർ P4 ഈക്വൽ ടു P5 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് P3 ഇൻറ്റു P6. ഈ P3 എന്ന് പറയുന്നത് P2നോട് ഈക്വലാണ്, P6 എന്ന് പറയുന്നത് P1നോട് ഈക്വലാണ്. നമുക്ക് TS ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ നമുക്ക് വേറൊരു എക്സ്പ്രഷനുണ്ട്, പ്രോബ്ലത്തിനകത്തൊക്കെ ആവശ്യമുള്ളതാണ്. P3/P4 ഈക്വൽ ടു P5/P6. അതായത് നമ്മളുടെ TS ഡയഗ്രത്തിനകത്ത് ഈ രണ്ട് പ്രഷർ റേഷ്യോസ് എപ്പോഴും സെയിം ആയിരിക്കും ഫോർ മാക്സിമം വർക്ക് ഔട്ട്പുട്ട്. P3/P4 ഈക്വൽ ടു P5/P6. ഇവിടെ 6' എന്ന് എഴുതിയത് ഐസെൻട്രോപ്പിക് പ്രോസസ് ആണെങ്കിലാണ് ഇങ്ങനെ എഴുതുന്നത്. ആക്ച്വൽ പ്രോസസ് ആണെങ്കിൽ P6 ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മളുടെ ഗ്യാസ് ടർബൈൻ വിത്ത് റീഹീറ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്.